യജമാനനെ ഒരു നോക്ക് കാണുവാൻ, തന്റെ യജമാനന്റെ അടുത്തേക്ക് എത്തുവാൻ കാത്തിരിപ്പിന്റെ ഓരോ നിമിഷവും തള്ളി നീക്കുകയാണ് ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട ഒരു നായ. 14-ാം തീയതി വൈകിട്ടാണ് കടവന്ത്ര പെറ്റ് ക്ലീൻ ഉടമ ഡോക്ടർ വിനോദ് കുമാറിന് ഈ നായയെ കളഞ്ഞു കിട്ടിയത്. അവന് ആവശ്യമായ പരിചരണവും ഭക്ഷണവും നൽകുന്നുണ്ടെങ്കിലും യഥാർത്ഥ ഉടമസ്ഥന്റെ കരങ്ങളിൽ ഈ നായയെ എത്തിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ഡോക്ടർ വിനോദ് കുമാറും സഹപ്രവർത്തകരും. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി, തന്റെ യജമാനനെ കാത്ത് ഓരോ നിമിഷവും. കലൂർ കത്രിക്കടവ് റോഡിൽ ഫെഡറൽ ബാങ്കിന് അടുത്തുനിന്നാണ് കറുത്ത ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട ഏകദേശം 6 വയസ്സ് തോന്നിക്കുന്ന ഈ ആൺ ലാബ്രഡോറിനെ ഡോക്ടറിന് ലഭിച്ചത്. ഇന്നലെ വൈകിട്ട് കലൂരുള്ള ഞങ്ങളുടെ വീടിന് മുന്നിൽ ചങ്ങലയിൽ അഴിഞ്ഞു നടക്കുന്ന നിലയിൽ ഒരു 6 വയസ്സ് തോന്നിക്കുന്ന മെയിൽ ബ്ലാക്ക് ലാബ്രഡോർ കാണപ്പെട്ടു. അവൻ വളരെ അവശനായിരുന്നു. ഞങ്ങൾ അവനെ എടുത്ത് ഞങ്ങളുടെ പെറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും അവന് വേണ്ട എല്ലാവിധ ശാസ്ത്രീയമായ പരിചരണങ്ങളും കൊടുക്കുകയും ചെയ്തു. അവൻ്റെ രക്തം പരിശോധനയ്ക്ക് എടുത്തിരുന്നു. വിശദമായ പരിശോധനകളിൽ അവന് മറ്റ് കണ്ടേജിയസ് ഇൻഫെക്ഷ്യസ് ഡിസീസുകളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും അവന് ആഹാരവും വെള്ളവും ഡ്രിപ്പും വേണ്ടവിധ എല്ലാ ശാസ്ത്രീയമായ പരിചരണങ്ങളും കൊടുക്കുകയും അവനിപ്പോൾ ഉന്മേഷവാനാകുകയും ചെയ്തു. അപരിചിതമായ സാഹചര്യത്തിൽ പകച്ചു നിന്ന നായ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകിയെങ്കിലും വിശപ്പടക്കുക എന്നതിനേക്കാൾ ഏറെ തന്റെ യജമാനന്റെ അടുത്തെത്തുക എന്നതാണ് അവന്റെ ആവശ്യമെന്ന് വെറ്റിനറി വിദഗ്ധൻ ഡോക്ടർ വിനോദ് കുമാറിന് മനസ്സിലാക്കുവാൻ അധികം സമയം വേണ്ടി വന്നില്ല. നായയുടെ ഫോട്ടോയും വിശദാംശങ്ങളും അപ്പോൾ തന്നെ അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടെങ്കിലും ഉടമയിലേക്ക് അത് എത്താതിരുന്നത് മൂലം അവശനായ നായയെ ഡോക്ടർ തന്റെ ക്ലിനിക്കിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷയും ഭക്ഷണവും നൽകി. കലൂര് ഡോക്ടർ വിനോദ് സാറിന്റെ വീടിന്റെ അടുത്ത് കിട്ടിയത് ഡോഗിനെ ഇന്ന് രാവിലെയാണ് കണ്ടത്. ഫുഡൊന്നും കഴിക്കണ്ടല്ലേ, നമ്മൾ ഫുഡ് കൊടുത്തു നോക്കി. അപ്പോഴത്തേക്ക് നോർമൽ ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ പെറ്റ് ഫുഡ് കൊടുത്തു. ആളവിടെ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. ട്രിപ്പ് കൊടുത്തു. ഇപ്പം നിലവിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളുടെ ഉദ്ദേശം കൃത്യമായി അവരുടെ പെറ്റ് പാരൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പെറ്റ് ക്ലീൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നൽകിയ പരിചരണത്തിലും താൽക്കാലികമായി ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും തന്റെ ഉടമയെ കാണാത്തതിന്റെ വേദന അവന്റെ കണ്ണുകളിൽ വ്യക്തമായി കാണാൻ സാധിക്കും. പൂർണ്ണ ആരോഗ്യവാനായ നായയെ ഏറ്റെടുക്കാൻ തയ്യാറായി പലരും വരുന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ട ഉടമസ്ഥന്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിക്കണമെന്ന ആഗ്രഹത്തിലാണ് ക്ലിനിക്കിലെ ഓരോരുത്തരും. പേരോ മേൽവിലാസമോ അറിയില്ലെങ്കിലും അവനെ തേടി അവന്റെ യഥാർത്ഥ ഉടമ വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. വന്നപ്പോഴത്തേക്ക് ഇത് ലീഷും അതേപോലെ ചെയിനും ഉണ്ടായിരുന്നു. അപ്പൊ എവിടെയെങ്കിലും പൊട്ടിച്ചിട്ട് വന്നതാകാം എന്നാണ് ഞങ്ങളൊരു നിഗമനം. അറിയില്ല. ഒരു ദിവസത്തിനുള്ളിൽ എന്നെ പെറ്റ് പാരന്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ റെസ്ക്യൂവേഴ്സ് അവർ റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്നത്. കിട്ടിയപ്പോൾ തന്നെ റെഡ് ബെൽറ്റും ചെയിനോട് കൂടിയാണ് കിട്ടിയത്. പിന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ ഡോഗിന്റെ ടെയില് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊരു 5 to 6 years ഏജ് വരുന്ന ഒരു മെയിൽ ഡോഗാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മെട്രോ 7 ന്യൂസ്, എറണാകുളം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.